നമസ്കാരം. ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ സംസ്ഥാന ബജറ്റിന്റെ ദിവസമാണ്. പക്ഷേ ബജറ്റിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ തീർച്ചയായും ന്യൂസ് ടോക്ക് ചർച്ച ചെയ്യുന്നതും. അതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറാൻ പോകുന്നു. വേറെ വലിയ ബജറ്റിനൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന വന്നൊരു സംഭവമാണെന്ന് CMRL SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു സംഭവം വന്ന പിന്നെയാണ് കാര്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഏജൻസി ഉണ്ടെന്നുള്ളതായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു. നമുക്ക് മലയാളത്തിൽ ഇത് കാണിച്ചു തന്നത് ഷോൺ ജോർജാണ്. മാത്രമല്ല ട്രോള് കണ്ട് കേട്ടിരുന്നു. SFI അന്വേഷിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. SFI ഓഫീസ്. അപ്പൊ SFIയുടെ ഏതെങ്കിലും ബ്രാഞ്ചാണെന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാർ വിചാരിച്ച് കാണുമായിരിക്കും. അപ്പൊ അവർ വിചാരിച്ചു കുഴപ്പമില്ല, SFI അല്ലേ അന്വേഷിക്കുന്നു, പ്രശ്നമില്ല. പ്രത്യേകത അതിന്റെ തലവനായ അരുൺ പ്രസാദ് തന്നെ നേരിട്ട് ആണ്. അതെ, CMRL ആലുവ ഓഫീസിലാണ് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്, പരിശോധന ഇപ്പോഴും തുടരുകയാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. 8 മാസത്തിനകം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കണം എന്നായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. അതനുസരിച്ചുള്ള ശക്തമായ നടപടികളുമായിട്ടാണ് SFIO. വളരെ നേരെ കാര്യങ്ങൾ ചെയ്യുന്ന വളരെ കർക്കശക്കാരനൊരു ഉദ്യോഗസ്ഥനാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഭംഗിയായി നടക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം. നമ്മുടെ നാട്ടിലെ ഇതിപ്പോൾ നമുക്ക് അത് എക്സാലോജിക്ക് മാത്രമല്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. കാരണം ഒരുപാട് നേതാക്കന്മാരുടെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കുറേ പേരുടെ പേരും കൂടെ അന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മറ്റ് കമ്പനികളുമുണ്ട്, ഷെൽ കമ്പനികൾ, ഈ കടലാസ കമ്പനികൾ. എക്സാലോജിക് സൊല്യൂഷൻസ് മാത്രമല്ല, ഒരുപാട് കടലാസ കമ്പനികൾ ഇതിനോടനുബന്ധിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. പല രീതിയിൽ അവരും പിരിവ് നടത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ SFIO പോയത് ആദ്യം ക്ലിഫോസിലേക്കല്ല, CMRL ഓഫീസിലേക്കാണ്. അപ്പം അത് അനുസരിച്ച് അവിടെ നിന്ന് ഈ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കാൻ പോകുന്ന തരത്തിലുള്ളതായിരിക്കാം ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഏതായാലും നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ സംഭവവികാസങ്ങളായിരിക്കാം ഉണ്ടാവുക. കാരണം പെട്ടെന്നൊരു അന്വേഷണം തുടങ്ങി. നമ്മൾ കരുതിയത് പിന്നെ പത്തൊക്കെ സാവകാശം അങ്ങനെ പ്രഖ്യാപിച്ച് തുടങ്ങുന്നൊക്കെയാണ് കരുതിയിരുന്നത്. പെട്ടെന്ന് തന്നെ അവരങ്ങ് തുടങ്ങുകയും ചെയ്തത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത KSIDCയിലോട്ടായിരിക്കും അല്ലേ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഈ ഒരു ഓഫീസിലേക്കായിരിക്കും അടുത്തത് എത്തുക. അങ്ങനെ പടിപടിയായി ക്രമമായുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പലരും ഉത്തരം നൽകേണ്ടി വരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു പല കേന്ദ്ര ഏജൻസികളെ അപേക്ഷിച്ചുള്ള ഒരു പ്രത്യേകത അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ തടി തെപ്പി രക്ഷപ്പെടാമെന്ന് പെട്ടെന്ന് വിചാരിക്കും. നമ്മൾ കരുതും രാഷ്ട്രീയതാക്കളല്ലേ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് പലരും കരുതിയിരിക്കാം. പക്ഷേ അവർക്ക് അതിനുള്ള വളരെ ഒരുപാട് വിപുലമായ അധികാരങ്ങളുള്ള ഒന്നാണ് SFIO. ഇന്നോ ബജറ്റിലേക്ക് തന്നെ കിടക്കാം. കാരണം ബജറ്റാണല്ലോ ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ ഇനി അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ വരവ് ചെലവും നമ്മുടെ ജീവിതം, നമ്മുടെ പുതിയ പദ്ധതികളും വികസനം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുമൊക്കെ തന്നെ വിലയിരുത്തുന്ന ഒരു സംവിധാനമാണല്ലോ ബജറ്റ്. അപ്പം ബജറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കും വ്യക്തിയാധിഷ്ഠിതം കൂടിയാകണം. അത് ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഓരോരുത്തർക്കും ഗുണപ്രദമാകുന്ന എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ആകണം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു തത്വശാസ്ത്രം വരുന്നത്. പക്ഷേ ബജറ്റ് കേട്ടിടത്തോളം കുറേ പ്രഖ്യാപനങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും, ഏത് രീതിയിൽ ജനങ്ങൾക്ക് ഗുണപ്രദമായി മാറും എന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളുള്ളത്. മന്ത്രി തന്നെ പറഞ്ഞു, കേന്ദ്ര അവഗണന തുടരുകയാണ്, ഒരു രക്ഷയില്ലാതെ ഭയങ്കരമായിട്ട് അവഗണിക്കുകയാണ്. ഈ അവഗണന തുടരുകയാണെങ്കിൽ ഞങ്ങൾ പ്ലാൻ B കണ്ടുപിടിക്കുന്നതാണ്. എല്ലാത്തിനും ഉണ്ടൊരു പ്ലാൻ എയും പ്ലാൻ ബിയും. ഇനി പ്ലാൻ C വേറെ കാണുമായിരിക്കും. ചേട്ടൻ തന്നെ ഒരു ട്രോൾ എടുത്ത് കാണിക്കുന്നത് പ്ലാൻ B എന്ന് പറഞ്ഞ ബക്കറ്റ് പിരിവാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മന്ത്രി പറഞ്ഞതിൽ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്തരത്തിലുള്ള നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണം ഈ ആഗോളതലത്തിൽ ഇപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളാണ്. ഉദാഹരണത്തിന് യുക്രൈൻ റഷ്യ യുദ്ധം, അതുപോലെ പാലസ്തീൻ ഇസ്രായേൽ അല്ല, ഹമാസ് ഇസ്രായേൽ യുദ്ധം പോരാട്ടം. നമ്മള് കഴിഞ്ഞ വർഷം കൊണ്ട് ലോക സമാധാനത്തിന് 2 കോടി രൂപ കണ്ട് മാറ്റി വെച്ചിരുന്നില്ലേ? അതാർക്കെങ്കിലും കൊടുത്തോ എന്തോ? ഇക്കുറി അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഭാഗ്യം. സമാധാനത്തിന് ഇല്ല. അല്ല, ഈ ലോക സമാധാനത്തിന് മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആർക്ക് കൊടുക്കാനാണ്? അത് മാത്രമല്ല, ഇവരെ സംബന്ധിച്ച് ഈ യുദ്ധം ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്തേ ഉള്ളൂ. കാരണം എണ്ണ വില വർദ്ധിച്ചു, അതിന്റെ പേരാണല്ലോ സെസ് ഏർപ്പെടുത്തിയത്. അതിന്റെ പേരിലാണ് ഇവിടെ വലിയ സെസ് ഏർപ്പെടുത്തിയത്. പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തി. അതുവഴി എത്ര കോടി രൂപയുടെ വരുമാനമാണ് അധികമായി ലഭിച്ചത്. എന്നിട്ട് ഈ യുദ്ധം മൂലം ഇവിടെ വലിയ സാമ്പത്തിക തകർച്ചയുണ്ടായി. മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മൂലം ഇവിടെ എന്ത് സാമ്പത്തിക തകർച്ച ഉണ്ടാകാനാണ്? ഇവിടുന്ന് വല്ലതും പ്ലെയിനോ വല്ലതും വാങ്ങി അങ്ങോട്ട് കൊടുത്തു? ഒന്നുമില്ല. പാലസ്തീനും ഇസ്രായേലും നമ്മളും തമ്മിലൊന്നും അങ്ങനെ ഒരു കാര്യമില്ല. ഇല്ല, സാമ്പത്തികമായ ഇടപാടുകളൊന്നും ഇല്ലല്ലോ. പ്രതിരോധ നയതന്ത്ര ഇടപാടുണ്ട്. അത് കേരള സർക്കാരിനെ എങ്ങനെ ബാധിക്കുന്നത്?
ഇല്ലില്ല, അത് കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്ന കാര്യമല്ലേ. ഇസ്രായേൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം നമ്മുടെ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷം സ്വീകരിക്കാറുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ എന്തോ തങ്ങളുടെ ശത്രുവാണ് എന്ന രീതിയിൽ പലപ്പോഴും അവർ പെരുമാറാറുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇസ്രായേൽ ഹമാസ് പോരാട്ടവും. അല്ല, ഇതിനകത്ത് സാധാരണ വ്യക്തികൾക്ക്, ഇടത്തരക്കാർക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയോ എന്തെങ്കിലും ഒരു ആശയമോ ഇതിനകത്ത് ശ്രദ്ധയിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. നമ്മുടെ മറിയക്കുട്ടി അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് 2000 രൂപ ആക്കണമെന്ന്. ഇപ്പം 2500 ആക്കുമെന്നാണ് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞത്. ഇതിപ്പോൾ 2000 രൂപ പോലും ആക്കിയിട്ടില്ല, ഉള്ളത് 6 മാസമായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എടുത്തു കളയും, ആ ഒരു സ്കീം എടുത്തു കളയും. പങ്കാളിത്ത പെൻഷൻ ഇനി ഇല്ലെന്നാണ് പറയുന്നത്. അത് ജീവനക്കാർക്ക് ഗുണകരമാണോ ദോഷമാണോ ചേട്ടാ? പൊതുവേ അവരെ സംബന്ധിച്ച് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പത്രപ്രവർത്തക പെൻഷൻ പോലെയാണ്, നമ്മളും പൈസ കൊടുക്കണം, സർക്കാർ തന്നെ കൊടുക്കും. അപ്പോൾ ഇലക്ഷൻ വന്നതോടുകൂടി ഇല്ല അല്ല, ഇനി ഇലക്ഷൻ വരുന്നതോടുകൂടി സർക്കാർ ജീവനക്കാർ കുറേ പേര് വോട്ട് ചെയ്യുന്നുള്ള ധാരണയിൽ താൽക്കാലികമായിട്ട് പ്രഖ്യാപിച്ചതായിരിക്കും. എന്തായാലും മദ്യത്തിന്റെ വില കൂടും എന്നുള്ളതാണ്. ചേട്ടാ 251%, 247% ഒക്കെയാണ് ഇതിന്റെ ടാക്സ് തന്നെ വരുന്നത്. പല മേഖലകളിലെ ടാക്സ് തന്നെ വരുന്നത്. അതായത് 50 രൂപയുടെ മദ്യം, 50 രൂപയ്ക്ക് സർക്കാരിന് കിട്ടുന്ന മദ്യം ബിവറേജസ് കോർപ്പറേഷൻ വഴി 600-700 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എന്നിട്ടും പിന്നെ ലിറ്ററിന് 10 രൂപ. കേരളത്തിന്റെ സ്വന്തം മദ്യമുണ്ട്, ജവാനുണ്ട്. ഇനി മലബാർ ബ്രാൻഡിയും വരുന്നുണ്ട്. അതിന്റെ വിൽപ്പന കൂട്ടാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ആയിരിക്കും. കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എല്ലാം 3 പല നാട്ടുരാജ്യങ്ങളുടെ. അതെ, ജവാന്റെ ചെങ്ങന്നൂർ അതിന്റെ ഫാക്ടറി, മറ്റേത് കോഴിക്കോടോ കണ്ണൂരോ എവിടെ അതിന്റെ ഫാക്ടറി, മലബാറിന്റെ. ഈ തെക്കൻ മേഖലയിൽ ഇതുവരെ ഒരു ഫാക്ടറി ഉള്ളതായിട്ട് അറിവില്ല, ഇനി തുടങ്ങുമായിരിക്കും. നമ്മൾ പറയേണ്ടത് ഈ വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ബജറ്റിലെ വാഗ്ദാനങ്ങൾ എത്രയാണ് നടപ്പിലാക്കിയെന്ന് നമ്മളൊന്ന് നോക്കേണ്ടത്. അതെ, ഒന്ന് എണ്ണിപ്പെറുക്കിയാൽ. പിന്നെ കഴിഞ്ഞ ബജറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം വെച്ചാൽ മഹാന്മാരുടെ സ്മാരകത്തിന് വേണ്ടി 10 കോടി 5 കോടിയൊക്കെ മുടക്കുന്നുണ്ടായിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് തോന്നുന്നു AKG മ്യൂസിയത്തിനും വേണ്ടി മാറ്റി വെക്കുന്നു. ആരുടെ ഒരു സ്മാരകം പണിയുകയും ചെയ്തു. ആരുടെയാണ് പണിതത്? കെ മാണിയുടെ സ്മാരകം പണിതതായിട്ടൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതുകൊണ്ടൊന്നും ഇവിടുത്തെ സാധാരണക്കാരന് ഗുണകരമായിട്ടോ അല്ലെങ്കിൽ സാധാരണക്കാരന് പട്ടിണി മാറുന്നതായിട്ടോ അവന് 10 രൂപ കിട്ടുന്നതായിട്ടോ തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനോ ഒന്നുമുള്ള ഒരു, അതുപോലെ ഈ വിദേശ സർവകലാശാലകളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരിക്കൽ ഈ നമ്മുടെ സ്വാശ്രയ വിഷയം വന്നപ്പോൾ തന്നെ എത്ര വലിയ സമരമായിരുന്നു. അങ്ങനെ കൂത്തുപറമ്പിൽ പണ്ട് സ്വാശ്രയ കൊള്ളിക്കെതിരായ സമരമാണ് നടന്നത്. അന്ന് അവിടെ വെടിവെപ്പുണ്ടായി, 5 പേര് മരിച്ചു. അതിലൊരാൾ പുഷ്പൻ, ഇപ്പോഴും അദ്ദേഹം കിടപ്പിലാണ്, ജീവച്ഛവമായി കിടക്കുകയാണ്. അദ്ദേഹത്തെ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അന്നത്തെ പരിയാരം കോളേജിന്റെ പേരാണ് ഈ പ്രശ്നം ഉണ്ടായത്. പരിയാരം കോളേജിന്റെ പ്രസിഡന്റും ഒക്കെ ആയിട്ട് വന്നത് CPI നേതാക്കന്മാർ തന്നെയായിരുന്നു. പിന്നീട് സ്വാശ്രയം കുഴപ്പമില്ലെന്നായി. ഇപ്പൊ ഇനി വിദേശ സർവകലാശാലകൾക്ക് ഇങ്ങോട്ട് വരാം, വിദേശ കോളേജുകൾ, എല്ലാവരും വിദേശ സ്ഥാപനങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ വരാം. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും, അതാണ് അതിന്റെ ഒരു മെയിൻ ലീഡ്. പക്ഷേ അതുകൊണ്ട് ഒരു പരിധിവരെ ഇവിടുത്തെ സാമ്പത്തികമായി കുറച്ച് ഗുണങ്ങളുണ്ടാവും, ശരിയാണ്. ആശയപരമായി കുറച്ച് മാറി നിൽക്കുകയാണെങ്കിലും സാമ്പത്തികമായി അതൊരു നേട്ടമാണ്, കാരണം ഒരു നിക്ഷേപമാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി കോയമ്പത്തൂർ അമൃത സ്വാശ്രയ കോളേജിലാണ് പഠിച്ചത്, ബിടെക്. അല്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അല്ല, ഇവരുടെ ഈ ഒരു വിഷയം ഇപ്പോൾ വന്നതുകൊണ്ട് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ നേതാക്കന്മാരുടെ മക്കൾ പലരും നല്ല കോഴ്സിൽ പഠിച്ചതുകൊണ്ടാണ്, അവർ നല്ല ബിസിനസ് നടത്തിയപ്പോൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നത്. അല്ല, അന്ന് തല്ലുകൊള്ളാൻ പോയവന്മാർ കുറച്ച് പേര് വല്ല പ്രിൻസിപ്പൽ ചെയർമാൻ പഞ്ചായത്ത് മെമ്പറൊക്കെ കാണും, 1-2 പേര് MLA MP ഒക്കെ ആയി കാണും. ബാക്കിയൊക്കെ കണക്ക് തന്നെ. പണ്ട് തല്ലുകൊള്ളാൻ പോയ പിന്നെ ഇവർ സാധാരണ രീതിയിൽ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഒരു രീതി, മറ്റവൻ ഭരിക്കുമ്പോൾ വേറെ രീതി എന്ന് പറയും. TP ശ്രീനിവാസ് സാറിനെ തല്ലിയ ഓർമ്മയുണ്ട്. SFIക്കാർ എന്നാൽ വിദേശ യൂണിവേഴ്സിറ്റി അങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം ഹയർ എഡ്യൂക്കേഷൻ സമിതിയുടെ ഉപാധ്യക്ഷനായിരുന്നു. വല്ല കാര്യമുണ്ട്. ഇപ്പോഴത്തെ വിദേശ യൂണിവേഴ്സിറ്റികളെ ക്ഷണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ വന്ന് നിങ്ങൾ ക്യാമ്പസ് തുടങ്ങുക, നിങ്ങൾക്ക് എല്ലാവിധ സഹായവും ചെയ്യാം എന്ന് പറയുന്നു. അതുപോലെ ഈ നിക്ഷേപ സൗഹൃദമായ നീക്കങ്ങൾ ഈ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. വിദേശ യൂണിവേഴ്സിറ്റി തുടങ്ങാൻ വന്നാലേ ആ കെട്ടിടത്തിന്റെ പന്തലോലും വെക്കാൻ സമ്മതിക്കില്ലല്ലോ. അതാണ് ഇവിടെ വേറെ പ്രശ്നം. എങ്ങനെ ഇവിടെ തുടങ്ങും? ഇവിടെ വന്നു കഴിയുമ്പോഴേ CATUകാരനും AITSകാരനും വന്ന് കൊടികുത്തും. ബൂർഷ വന്നിരിക്കുകയാണ്. അതെ, മാത്രമല്ല ഈ സ്വകാര്യ സർവകലാശാലകളെ കുറിച്ച് പറയുമ്പോൾ
ഇത് എത്ര സർവകലാശാലകളും ഇത് ഓതന്റിക് ആയിട്ടുള്ള എല്ലാവിധ രജിസ്ട്രേഷൻ അംഗീകാരമുള്ളതാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇത് കുറെ നാൾ കുട്ടികൾ പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നത് ഇത് അംഗീകാരമില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ ഇതൊക്കെ ഈ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഇപ്പോൾ ഇടതുപക്ഷ സൈദ്ധാന്തികന്മാരായിട്ട് PhD എടുത്തിട്ടുള്ള മുഴുവൻ പലരും PhD വ്യാജവും തട്ടിപ്പാലും മുഴുവൻ ശുദ്ധ അസംബന്ധമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇനി പുറത്തുനിന്നുള്ള ഇനി സ്വകാര്യ സർവകലാശാലകളൊന്നും എന്തായിരിക്കും അവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ. ഇപ്പം നമുക്ക് ആകെ ഒന്ന് ബജറ്റിനെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ കേന്ദ്ര ബജറ്റിനെ ഇതിനെയും കൂടെ ഒന്ന് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് എത്ര മാർക്ക് കൊടുക്കാം? നമ്മുടെ ചേട്ടൻ്റെ ഒരു കണക്കിൽ എത്ര മാർക്ക്? അല്ല, വോട്ട് ഓൺ അക്കൗണ്ട് അതോടെ അതല്ല, ഇപ്പം നമ്മൾ പദ്ധതികൾ പ്രഖ്യാപനങ്ങളൊന്നുമില്ല, എന്നാൽ പോലും നമ്മുടെ കേരള ബജറ്റിന്, KN ബാലഗോപാലിൻ്റെ ബജറ്റിന് ചേട്ടൻ എത്ര മാർക്ക് കൊടുക്കും? വളരെ കുറച്ച് മാർക്ക് കൊടുക്കുന്നു. ഞാനൊരു 20 മാർക്ക് കൊടുക്കും 100-ൽ. വളരെ താഴോട്ടാണ് നിൽക്കുന്നത്. അതെ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഗതികളും പറയുന്നില്ല. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാര്യം നമ്മൾ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ എളുപ്പമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് പറയുകയാണ്, ലൂസ് ടോക്കിൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ രാജ്മോഹൻ ചേട്ടൻ ഞാൻ 1 ലക്ഷം രൂപ കൊടുക്കും എന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാം, പ്രേക്ഷകരോട് പറയാം. ഞാൻ കൊടുത്തോ കൊടുത്തില്ല എന്ന് പ്രേക്ഷകർ അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. അതല്ലേ സംഭവിക്കുന്നത്. ഈ മൈക്ക് കെട്ടി മേശപ്പുറത്ത് ബജറ്റിൻ്റെ അത് വെച്ചിട്ട് ടാബിൽ നിന്നായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിച്ചായാലും ഒക്കെ ഇങ്ങനെ പറയാം, 3 ലക്ഷം കോടിയുടെ പദ്ധതി, 1 ലക്ഷം കോടിയുടെ പദ്ധതി, ഇന്നവർക്ക് 50 കോടി, ഇന്നവർക്ക് 20 കോടി, 30 കോടി, 40 കോടി, ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. ഈ പറഞ്ഞ 40 കോടി മുണ്ട് കൊടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്, അല്ലെങ്കിൽ 50 കോടി മുണ്ട് വാങ്ങിക്കൊടുക്കണമെങ്കിലും ഇത്തിരി പ്രയാസമാണ്. നടപ്പിലാക്കാത്തത് ബജറ്റാക്കി ഇങ്ങനെ അവതരിപ്പിക്കുന്നത്, അത് അതിന്റെ നൈതികത എന്താണ്? ഒരു നൈതികത ഇല്ലാത്തത് തന്നെയാണ്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലയ്ക്ക് എന്ത് ചെയ്യുന്നതാണ്. മറ്റു മേഖലയുള്ള പൈസ ഒത്തിരി കുറച്ചാലും വേണ്ടല്ലോ പലയിടത്തും. ആ പൈസ കൊണ്ട് ഇങ്ങോട്ടെടുത്ത് നമ്മൾ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തണം. നമ്മൾ രോഗങ്ങൾ, നമ്മൾ കേട്ടില്ലാത്ത രോഗങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അതെ, സർക്കാർ ആശുപത്രി പോയി കഴിഞ്ഞാൽ പറയുന്നത് അവിടുത്തെ ഓരോ യന്ത്രങ്ങളും കേടാണെന്നാണ്. നിങ്ങൾ പ്രൈവറ്റ് ലാബിൽ പോയി നോക്കിയിട്ട് വരുന്നത്. അപ്പം ഫലത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമാണ് ഇതിനേക്കാളും ഭേദമെന്ന് തോന്നി രോഗികൾ അങ്ങോട്ടങ്ങ് പോകും. പൈസ ഇല്ലാത്തവരോ അപ്പുറത്ത് കടമാച്ചെങ്കിലും പോകാൻ നിർബന്ധിതരാണ്. ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട്, ഇപ്പം സാമൂഹ്യ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, വിദ്യാഭ്യാസത്തിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ള ഒരു ബജറ്റാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഒരു പുറമോടിയിൽ അത് തോന്നും. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെങ്ങനെ പ്രായോഗികമാക്കിയെടുക്കും, എങ്ങനെ ഇത് ഫലവത്താകും, എങ്ങനെ ഇത് പൊതുജനങ്ങൾക്ക് ഗുണം ചെയ്യും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ ആശങ്കയുണ്ട്. മാത്രമല്ല, റബ്ബറിന്റെ താങ്ങൂലം 10 രൂപ ഇവർ പറഞ്ഞിരുന്നത് നേരത്തെ കഴിഞ്ഞ 170-180 ആക്കി. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ 250 രൂപയാക്കുമെന്ന് പറഞ്ഞാണ്. ഞങ്ങൾ നെടുമങ്ങാട്ടൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ഒരുവിധപ്പെട്ടവരൊക്കെ എല്ലാവരും കുറച്ച് സ്ഥലങ്ങളൊക്കെ റബ്ബറുള്ളതാണ്. ഇപ്പം പ്രതിസന്ധിയിലാണ്. ഇതിനിപ്പോൾ ജോസ് കെ മാണിയും കൂടെ ഉത്തരം പറയേണ്ടി വരും. കാരണം അദ്ദേഹം കൂടെ പങ്കാളിയായ സർക്കാരാണ്. പാലാ കോട്ടയം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കർഷകരുള്ളത്. അവർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കണം എന്നുള്ളത്. അതിപ്പോൾ 200 പോലും എത്തിയില്ല, വെറും 10 രൂപ പേരിന് കൂട്ടി, അത്രയേ ഉള്ളൂ. മാത്രമല്ല നെല്ല് സംഭരണം അല്ല, നെല്ല് സംഭരണമായിട്ട് ഇത്ര രൂപ വകയിരുത്തി 40 കോടി മറ്റേ വകയിരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി എന്ന് കൊടുത്തു തീർക്കാനാണ്? ഇതൊക്കെ സാധാരണ കർഷകർക്ക് കിട്ടും. അതെ, നെല്ലിന്റെ പൈസ കിട്ടാഞ്ഞിട്ട് നെൽകർഷകൻ ആത്മഹത്യ ചെയ്തു ആലപ്പുഴയിൽ. ഇതൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം, പക്ഷെ നടപ്പിലാക്കി എടുക്കാൻ പ്രായോഗികമായി ഒരു ബജറ്റിനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എന്ത് വേണം എന്നുള്ള കാര്യം ഇപ്പോൾ ബാലഗോപാൽ സാറിന് അറിയില്ലെങ്കിൽ ഐസക് സാർ പറഞ്ഞാലും മതി. കാരണം അദ്ദേഹം ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടൊക്കെ അറിയാവുന്ന ആളാണല്ലോ. മനസ്സിലാവില്ല പലപ്പോഴും ഈ സാമ്പത്തിക വിദഗ്ധന്മാർ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവർക്കിതറിയാം, അവരുടെ സാങ്കേതിക വിഷയം അവർക്കറിയാം. സാധാരണക്കാരുടെ സാങ്കേതിക വിഷയം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പണ്ടൊക്കെ ചാനൽ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് എന്താണെന്ന് മനസ്സിലായില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ തിരുവനന്തപുരത്ത് കേന്ദ്ര ബജറ്റ് നടന്ന ദിവസം ഒരു വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് ഈ വലിയ ചില വൻകിട സ്ഥാപനങ്ങളുടെ ഒരു സെമിനാർ നടന്നു. സെമിനാറിനെല്ലാം മാധ്യമ പ്രവർത്തകരെയും വിളിച്ചിരുന്നു. അപ്പം അന്ന് ഞാനും പോയിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്നത് നമ്മുടെ നാട്ടിൽ വളരെ പ്രമുഖനായ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യവസായിയാണ്. അപ്പോൾ ഇവർ ചർച്ച ആരംഭിച്ചു. ഇവർ പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ വേദിയിരിക്കുന്ന ആളുകൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ വ്യവസായം എടുത്ത് കഴിഞ്ഞാൽ ഇവരെന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. സാധാരണക്കാരെന്തെങ്കിലും ചോദിക്കുമ്പോൾ ഈ പലപ്പോഴും നമ്മുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇവരൊക്കെ സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ തന്നെ ഇങ്ങനെയാണ് പറയാറ്. അത് തന്നെ, എന്തെങ്കിലും ഡെഫിസിറ്റെന്നും എന്തെങ്കിലും ഫിസിക്കൽ ഡെഫിസിറ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെന്താ തപ്പി കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കാണ് നമുക്ക് കാര്യങ്ങൾ
അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അന്നേരം പറയുമ്പോൾ മനസ്സിലാകുന്നില്ല. എന്തൊക്കെയാലും ഈ ബജറ്റ് എന്നുള്ളത് അതൊരു സാമ്പത്തികമായ ഒരു 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 അച്ചടക്കത്തിൻ്റെ കൂടി ഒരു പ്രതിഫലനമായിട്ട് വേണം കാണാനായിട്ട്. കാരണം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻകാർക്കൊന്നും തന്നെ പെൻഷൻ പോലും കിട്ടാത്ത, KSRTC ജീവനക്കാർക്കടക്കം പെൻഷൻ പോലും കിട്ടാത്ത ക്ഷാമബത്ത ഒരെണ്ണം, എത്ര എണ്ണം കുടിശ്ശികയുണ്ട്? 12 എണ്ണം വരെ കുടിശ്ശികയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് DA കുടിശ്ശികയുണ്ട്. അത് സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തു തീർക്കേണ്ടതാണ്. അത് ഒരെണ്ണം കൊടുക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം എന്ന് വിചാരിക്കാൻ തൽക്കാലം. പക്ഷേ ഇതൊരു സാമ്പത്തികമായ ഒരു ബാലൻസിങ്ങിൻ്റെ, ഒരു തുലനാവസ്ഥയുടെ തന്നെ ഒരു 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 പ്രതീകമാണ് ബജറ്റ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികം ആക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഓരോ പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും ഭരണകക്ഷി അംഗങ്ങൾ മേശമേലടിക്കുകയും അതിനെ ഹർഷാരവത്തോടെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. പക്ഷേ അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തും? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. പണ്ടൊക്കെ ബജറ്റിൻ്റെ ഡെസ്കിലൊക്കെ ഇരിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഏത് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്, എങ്ങനെ പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഒരു ധനമന്ത്രിയോ ഒരു സാമ്പത്തിക വിദഗ്ധനോ. ഞാൻ എപ്പോഴും ഓർക്കാറുള്ളൊരു കാര്യമാണ്, ഇപ്പം മാണി സാർ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു വർഷം കാലത്തിൽ ഏറ്റവും ബജറ്റ് അവതരിപ്പിച്ച ആൾ അദ്ദേഹമാണ്. ദീർഘകാലം ധനകാര്യമന്ത്രിയായിരുന്ന ആൾ. അദ്ദേഹം കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ഉണ്ടല്ലോ, അത് ബജറ്റ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബജറ്റ് ചെയ്യുന്ന എല്ലാ മന്ത്രിമാരും ഓർക്കേണ്ട കാര്യമാണ്. ഈ കാര്യം എത്ര പേർക്ക് അതിന്റെ ഗുണം ലഭിച്ചെന്നറിയാം. അത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഏറ്റവും നല്ലൊരു പദ്ധതിയായിരുന്നു. അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിനെ ഒതുക്കാൻ ശ്രമിച്ചിരുന്നു. അതെ അതെ അതെ. പക്ഷേ ആ സമയത്ത് പേർക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചു. എനിക്ക് തന്നെ അറിയാം, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ ചികിത്സയിലായപ്പോൾ ഇതിന്റെ സഹായം കിട്ടിയിരുന്നു അന്ന്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. നമ്മളൊരു കാര്യം നടപ്പിലാക്കുമ്പോൾ ഇതെങ്ങനെ നമ്മളെ സാധാരണക്കാരന്, പണക്കാരൻ്റെ അല്ല, സാധാരണക്കാരന് എങ്ങനെ പ്രയോജനപ്പെടാം എന്ന് ഇവർ ചിന്തിക്കണം. അല്ലാതെ ഇത്തരം സാങ്കേതിക പദങ്ങൾ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അത് സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങൾക്കത് ഗുണകരമാകണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് ആയിക്കൊള്ളട്ടെ. തീർച്ചയായിട്ടും ബജറ്റിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, സാങ്കേതികമായും സാങ്കേതികമല്ലാത്തതുമായ പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഏത് രീതിയിൽ പ്രയോജനപ്പെടും എന്നുകൂടി ഈ ബജറ്റിനോടൊപ്പം ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചിരുന്നെങ്കിൽ നന്നായേനെ. മാത്രമല്ല മന്ത്രി പറഞ്ഞ വേറെ കാര്യങ്ങളുണ്ട്. കേരളത്തിന്റെ വികസനത്തിന്റെ സ്പീഡിനെ നമുക്കൊപ്പം ഇന്ത്യൻ റെയിൽവേ കഴിയുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്താണ്. അല്ല, അത് ആലങ്കാരികമായിട്ട് പറഞ്ഞു. തുടങ്ങിയത് തന്നെ സൂര്യോദയം കാണുന്നു എന്ന് പറഞ്ഞില്ലേ. പെട്ടെന്ന് ഞാൻ പ്രധാനമന്ത്രിയുടെ PM സൂര്യോദയ യോജന എന്ന് പറഞ്ഞ പുതിയ പദ്ധതിയില്ലേ, ഈ സോളാർ പാനൽ കൊടുക്കുന്നത്, പെട്ടെന്ന് ഇനി അതാണോ എന്ന് വിചാരിച്ചു പോയി. സൂര്യനാണെന്ന് പറഞ്ഞു. അത് തന്നെ അടുത്തോട്ട് ഇന്ന് കരിഞ്ഞു പോകും. അല്ല, അടുത്തോട്ട് ചില ആർക്കും പറ്റൂല എന്ന്. അത് തന്നെ. എന്താ അല്ല, ആലങ്കാരികമായിട്ടുള്ള പദങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ഐസക് സാറാണെങ്കിൽ ചിലപ്പോൾ കവിതയൊക്കെ ചെല്ലിയേനെ, ആശാന്റെ കവിതയൊക്കെ ചിലപ്പോൾ ചെല്ലിയേനെ. ഐസക് ഇല്ലില്ല, സൂര്യോദയവും അതുപോലെ തന്നെ സൂര്യനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് റെയിൽവേക്കാലും കുതിപ്പാണ് എന്നൊക്കെ ഉള്ള രീതി. പിന്നെ കേന്ദ്രത്തെ വ്യാപകമായി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കെട്ടുകാര്യസ്ഥതയെക്കുറിച്ച്, കേന്ദ്ര സർക്കാരിൻ്റെ ചിറ്റമ്മ നയത്തെക്കുറിച്ച്, അതായത് കേരളത്തിന് ആവശ്യത്തിന് പണം നൽകാത്ത ആ ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളുമൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മറുപടി നേരത്തെ കേന്ദ്ര ധനമന്ത്രി നൽകിയതാണ്. കൃത്യമായി കണക്ക് വെച്ച് കേന്ദ്രം കേരളത്തിന് നൽകേണ്ടതെല്ലാം നൽകിക്കഴിഞ്ഞു എന്നാണ് കേന്ദ്രം പറയുന്നത്. അല്ലെങ്കിലും കേന്ദ്രവും ഒരു സംസ്ഥാനവും തമ്മിലുള്ള ഒരു 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 പ്രത്യേക രീതിയിലുള്ള ഒരു ബാലൻസിങ് വേണം, ഇതിനകത്തൊക്കെ ഒരു സഹകരണം വേണം. പ്രധാനമന്ത്രി സ്റ്റേജിലെത്തിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി സന്തോഷം അറിയിച്ചത് കേന്ദ്രം തരുന്ന സഹായങ്ങൾക്ക് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നു, പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്നു. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഇങ്ങോട്ട് പ്രധാനമന്ത്രി മോശമാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിന്റെ ഒരു ധാർമ്മികത എന്താണോ എന്തോ. ഈ ബജറ്റ് എന്ന് പറയുന്നത് അത് വലിയ സാങ്കേതികമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഈ സാങ്കേതികത്തിനപ്പുറം സാധാരണക്കാരെ മനുഷ്യന്റെ ജീവിതമാണ് അതിലിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞില്ല ഓരോ ഫയലും ഓരോ ജീവിതം ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ഈ ബജറ്റിന്റെ എല്ലാ നിർദ്ദേശങ്ങളിലും ഒരു ജീവിതമുണ്ട്. സാധാരണക്കാരായ മനുഷ്യന്റെ കാര്യം അവനെങ്ങനെ ബാധിക്കുന്നു? ഈ പറഞ്ഞാൽ ഈ എന്തുകൊണ്ട് ഒരു കർഷകരോട് എത്ര സ്നേഹം കാണിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റബ്ബറാണെങ്കിലും നെല്ലും നാളികേര കർഷകരോട്, തേങ്ങ, ഇത് നമ്മളതൊരു കാർഷിക സംസ്കൃതി ഉള്ള, അതായത് ധാരാളം കർഷകർ, അത് വൻകിട കർഷകരായാലും ചെറുകിട കർഷകരായാലും തീരെ അവനവൻ്റെ വീടിന് വേണ്ടി ചെറിയ കൃഷി ചെയ്യുന്നവരായാലും ഒക്കെ കർഷകർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. കാരണം ഇന്ത്യ തന്നെ ഒരു കാർഷിക രാജ്യമല്ലേ, അല്ലേ, അഗ്രികൾച്ചർ നേഷനല്ലേ ഇന്ത്യ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു മേഖലയ്ക്ക് ആർക്കാണ് എന്താണ് കൂടുതൽ വേണ്ടത് എന്നറിഞ്ഞു കൊടുക്കുന്നതാണ് ഒരു ബജറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിർവചനം. പക്ഷേ ഇതിപ്പോൾ കുറേ പദ്ധതികൾ അങ്ങ് പ്രഖ്യാപിക്കുന്നു, കോടി എന്ന് കുറേ പ്രാവശ്യം വിളിച്ചു പറയുന്നു എന്നുള്ളതല്ല, അത് ഈ കോടികളൊക്കെ എങ്ങനെ എത്തുന്നു അവരിലേക്ക്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പല ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നമ്മൾ നടത്തി. അതുപോലെ ലോക മറ്റേ
മഹാസഭ, മറ്റേ നവകേരള സദസ്സ്, ലോക കേരള സഭ സഭയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോ വർഷം ഇടപെട്ടാണ് ലോക കേരള സഭ. ഇപ്പം വരാൻ പോകുന്നതിന് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ്, ജിം. പണ്ടൊരു ജിമ്മിനെതിരെ ഇവർ തിരിഞ്ഞത് ഓർമ്മയുണ്ട് ഏക്കാനന്റെ ഭരണകാലത്ത്. അന്ന് ജിമ്മിനെതിരെ വലിയ സമര പ്രഖ്യാപനമല്ലേ നടത്തി ഇടതുപക്ഷം. ഇപ്പം ജിം സ്വന്തമായി. ഭയങ്കര ഒരു തമാശ പ്രസംഗം ഉണ്ടായിരുന്നു, അത് മറന്നു. ജിമ്മിനെ കളിയായിക്കൊണ്ട് ഒന്നും നടന്നില്ല, വെറുതെ കുറെ പേര് ഭക്ഷണം കഴിച്ചെന്നുള്ളതല്ലാതെ സംഭവിച്ചുള്ള രീതിയിൽ പുള്ളി അതിൻ്റെതായ ഒരു സരസമായ രീതിയിൽ പുള്ളി പറഞ്ഞു. ഈ സർക്കാർ, പിണറായി സർക്കാർ എത്ര ജിം നടത്തി, വിദേശത്ത് നടത്തി. അതെ, പേര് വേറെ ആയിരുന്നേ ഉള്ളൂ. അതെ, എന്നിട്ടും ഒന്നും കിട്ടിയില്ല. ഇല്ല, എന്നിട്ട് 700 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നു, അത്രയും കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നു, അല്ലെ വരും. ഇപ്പം ഈ കേരളീയം പരിപാടിക്ക് 200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുമെന്നാണ് പറഞ്ഞത്. 27 ചിലവാകുമെന്ന് പറഞ്ഞ് 40 ചിലവായി. 10 പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടോ? വീണ്ടും ബജറ്റ് നീക്കി വെച്ചിട്ടുണ്ട് കേരളീയത്തിന്. അല്ല, കേരളീയം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേരളീയം പോലെ പരിപാടികളാണ് കേരളത്തിന് ആവശ്യം. കേരളീയത്തിൽ നിന്ന് ജനങ്ങൾ എന്ത് നേടി? പാവപ്പെട്ടവൻ എന്ത് കിട്ടി? പാവപ്പെട്ടവൻ്റെ പട്ടിണി മാറിയോ? അവന് പെൻഷൻ കിട്ടിയോ? ഒന്നുമില്ല. കുറേ കലാകാരന്മാർ വന്നു, അവർക്ക് ലക്ഷങ്ങൾ, നമ്മൾ അന്നൊരു ഇതിൽ ലൂസ് ടോക്കിൽ പറഞ്ഞിരുന്നു, ലക്ഷങ്ങൾ അവർ ചോദിക്കുന്ന പണം കൊടുത്തു. അവർ വന്നു, ആടി പാടി പോയി. ശോഭനയും എം ജയചന്ദ്രനും കലാകാരന്മാരൊക്കെ നല്ലവർ തന്നെ, അവരവരുടെ ജോലി ചെയ്തു പോയി. അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനതയ്ക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. അതൊരു സത്യമാണ്. മാത്രമല്ല, ഈ ഇത്തരം എല്ലാ ആഘോഷങ്ങളാണ്. ഇപ്പം അവിടെ സാഹിത്യ അക്കാദമി തന്നെ ഇപ്പം വലിയ വിവാദമൊക്കെ ഉണ്ടായി, അവിടെ ലിറ്റററി ഫെസ്റ്റിവൽ നടന്നു. പിന്നെ എന്താണ്, നമ്മൾ കേരളീയം നടത്തി. പിന്നെ ഇങ്ങനെ ഒരു പരമ്പരയാണ് ഇതിൻ്റെ ഈ ആഘോഷങ്ങളുടെ. നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന നിയമസഭ നടന്ന ലിറ്റററി ഫെസ്റ്റിവൽ നടന്നു. എല്ലായിടത്തും ലിറ്റററി ഫെസ്റ്റിവൽ ഇതൊക്കെ നമ്മൾ നടത്താം, നമ്മൾ വലിയ ആഘോഷങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു വലിയ സയൻസ് എക്സിബിഷൻ നടക്കുന്നുണ്ട്, സയൻസ് കോൺഗ്രസ്, സ്പോർട്സിന്റെ അകലോക എന്തോ ഒരു ഉച്ചകോടി നടന്നിട്ടുണ്ട്. സ്പോർട്സിൽ കായിക രംഗത്ത് സ്വകാര്യവൽക്കരണത്തിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ബജറ്റിൽ. കായിക രംഗത്തെ മെച്ചപ്പെട്ട പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടി വിദേശ കോച്ചുകളെ അടക്കം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിദേശ സ്പോർട്സ് കമ്പനികളുമായി. കായിക രംഗത്തെ സംബന്ധിച്ച് നമ്മൾ നന്നായിട്ട് അവിടെ നമ്മൾ പൈസ മുടക്കണം. നമ്മൾ കേരളത്തിൽ എത്ര പ്രഗത്ഭരായ കായിക താരങ്ങൾ, എത്രയോ പേര്. അതെ അതെ, ലോകോത്തരങ്ങളായ കായിക പ്രതിഭകളെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതെ അതെ, എത്രയോ ഒരുപാട് പേര്. നമ്മുടെ പട്ടിക വളരെ വലിയ പട്ടികയാണ്. തീർച്ചയായും നമ്മൾ അത്തരത്തിലുള്ള നമ്മുടെ കായിക താരങ്ങളെ കണ്ടെത്താനും വളർത്താനും അത് പ്രോത്സാഹിപ്പിക്കാനും അന്താരാഷ്ട്ര വേദികളിലൊക്കെ അവരെ എത്തിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം. അവിടെ രാഷ്ട്രീയം കളിക്കരുത്. ഈ നമ്മുടെ നാട്ടിലെ ഈ സ്പോർട്സ് കൗൺസിലുകളൊക്കെ പലപ്പോഴും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിനെ കൊണ്ടൊരു ഫലമാണ് നമ്മൾ കുറെ ഒന്ന് പുറകോട്ട് പോയോ നമ്മൾ സംശയിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അതിപ്പോൾ സ്പോർട്സ് കൗൺസിലൊക്കെ രാഷ്ട്രീയ നിയമനങ്ങളാണ് നടക്കുന്നത് മുഴുവൻ. ഇനി ഏതായാലും ഈ ബജറ്റിന്റെ മേലെ ചർച്ച നടക്കും. അപ്പോൾ പ്രതിപക്ഷത്തിനവർക്ക് പറയാനുള്ളത് പറയാം. ഇത് ലൂസ് ടോക്ക് ആണ്, ബജറ്റ് ചർച്ചയല്ല. ഞങ്ങൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ കാര്യങ്ങളും അതിന്റെ പ്രതിഫലനങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. ഇത് ബജറ്റ് ചർച്ച ചെയ്ത് ബജറ്റ് ചർച്ച നിങ്ങളെല്ലാവരും കണ്ടതാണ്. കണക്കുകളും കാര്യങ്ങളും ഒക്കെ നിരത്തി ഓരോന്നായി വിലയിരുത്തിക്കൊണ്ട് സാമ്പത്തിക വിദഗ്ധരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഇത് ലൂസ് ടോക്ക് ആണ്. ബജറ്റിനെ സാധാരണക്കാരന്റെ ഭാഷയിലൊന്ന് വിലയിരുത്തി അത്രേ ഉള്ളൂ. കാരണം ഞങ്ങൾ വെറും സാധാരണക്കാരാണ്. ഞാൻ അതെ, തീർച്ചയായിട്ടും. അതെ, ഞങ്ങളും കണ്ണുമിഴിച്ചിരുന്നു പോയി, മനസ്സിലാകുന്നില്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പദ്ധതികളൊക്കെ എല്ലാവർക്കും ഗുണകരമായി നടപ്പിലാക്കാൻ സാധിക്കട്ടെ, ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടട്ടെ. സാധാരണക്കാർക്ക് ആ പറഞ്ഞിരിക്കുന്ന പദ്ധതികളൊക്കെ തന്നെ അതത് ഗുണഭോക്താക്കൾക്ക് കൃത്യമായി എത്തട്ടെ, സംസ്ഥാനത്തിന് ഗുണകരമായി വരട്ടെ, വികസനം ഉണ്ടാകട്ടെ, പുരോഗതി ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമ്മളെല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ കാണൂ. അത്രേ ഉള്ളൂ. ഇത് പതിവ് പോലെ എല്ലാ വർഷവും ഓരോ പ്രഖ്യാപനം നടത്തുകയും പ്രഖ്യാപനം മാത്രമായത് അവശേഷിക്കുകയും ചെയ്യുന്ന രീതി ഒന്ന് മാറണം. ആ ഒരു രീതിയല്ല, അതൊരു ദുരവസ്ഥയാണ്, സങ്കടകരമായ അവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും, അവസാനം ഒരു 5 വർഷം ആകുമ്പോഴത്തേക്ക് ഏതൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരവില്ലാത്ത കൃഷ്ണരാമ ഗോവിന്ദ. ഏതായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിയമസഭയിൽ ചർച്ച നടക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷം എന്തായാലും അവരെ സഭയിൽ തന്നെ ഇത് ഉന്നയിക്കുകയും അതിന്റെ വിഷയങ്ങൾ എന്താണെന്നുള്ളവർ ചർച്ച ചെയ്യുകയും ചെയ്യും. മാത്രമല്ല പ്രായോഗിക തലത്തിലേക്ക് ഇത് വരുമ്പോൾ സാധാരണക്കാരൻ എത്ര പ്രയോജനപ്പെടുമെന്ന് നമുക്ക് കാണുകയും ചെയ്യാം. നമസ്കാരം.